രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മൊത്തത്തിൽ പണിപാളി നിൽക്കുകയാണ്. അപ്പോൾ ദാ രമേശ് ചെന്നിത്തലയെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിലേക്ക് കിട്ടുകയാണ്. എന്നാൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചു കളയാമെന്ന് വിചാരിച്ചപ്പോൾ അണ്ണം പറയാണ്, രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് കോൺഗ്രസിന് ക്ഷണം ലഭിച്ചിട്ടില്ലത്രേ. ആ പേരും പറഞ്ഞ് നമ്മളിവിടെ കിടന്ന് അടികൂടണ്ടത്രേ. ക്ഷണം ലഭിച്ചിട്ടുള്ളവരൊക്കെ ആ കാര്യത്തിൽ തീരുമാനമെടുക്കുമത്രേ. കൂടാതെ നമ്മുടെ കോൺഗ്രസിനകത്താരും കിടന്ന് അടിയൊന്നും കൂടരുത്. 2024 ഇലക്ഷനൊക്കെ വരികയാണ്. നമ്മൾ കൂട്ടത്തോടെ നിന്ന് നമുക്ക് 20 സീറ്റും പിടിച്ചടക്കണം എന്ന രീതിയിലുള്ള ഗീർവാണങ്ങളൊക്കെയാണ് അടിച്ചു വിടുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരു സംഗതി വ്യക്തമാണ്, കോൺഗ്രസിനകത്ത് അടിയും ഇടിയും മൊത്തം പൊളിയലുമാണെന്ന്. അത് പറയാതെ തന്നെ പറയുന്നുണ്ട് ചെന്നിത്തല. എന്തായാലും ചെന്നിത്തലയുടെ വിടൽ നമുക്കൊന്ന് കേൾക്കാം. കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കാൻ ചില ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ളൊരു തലവേദനയൊന്നും കോൺഗ്രസിനില്ല. ഇപ്പോൾ കോൺഗ്രസിന് ഇൻവിറ്റേഷൻ ആരും കൊടുത്തിട്ടില്ല. അത് നമ്മൾ ഈ കേരളത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. ദേശീയ തലത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. എൻ്റെ അഭിപ്രായം, എൻ്റെ പാർട്ടി എടുക്കുന്ന അഭിപ്രായം. ഇന്ന് പാർട്ടിയിൽ സമ്പൂർണ്ണമായ ഐക്യം വേണ്ട ഒരു സന്ദർഭമാണ്. VM സുധീരൻ ഒരു സീനിയർ നേതാവാണ്. അദ്ദേഹത്തിന് ജനങ്ങളിൽ സ്വാധീനമുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പാർട്ടി ഗൗരവമായി തന്നെ എടുക്കേണ്ടതാണ്. അദ്ദേഹവുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതാണ് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. തന്നെയുമല്ല, ഇനിയും പാർട്ടിക്കുള്ളിൽ 2024 തെരഞ്ഞെടുപ്പ് വർഷമാണ്. പാർട്ടിയിൽ സമ്പൂർണ്ണമായ ഐക്യവും യോജിപ്പും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഒരു ദൗത്യമാണ് ഇന്നുള്ളത്. ജനങ്ങളതാണ് പ്രതീക്ഷിക്കുന്നത്. പാർട്ടിക്കകത്ത് ഉള്ള കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയുകയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഒരുക്കേണ്ടത്. അത് നേതൃത്വം അതിന് മുൻകൈ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ്. അതനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കണം, എല്ലാവരും യോജിച്ചു പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20-ൽ 20 സീറ്റും UDF ജയിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു വലിയ വിജയം കേരളത്തിലെ കോൺഗ്രസ്സിന് UDFന് നേടാൻ കഴിയണമെങ്കിൽ പാർട്ടിയിൽ യോജിപ്പും ഐക്യവും അനിവാര്യമാണ്. ആ യോജിപ്പും ഐക്യവും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. ഇപ്പോഴെല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ്. അപ്പോൾ അതനുസരിച്ച് ഒറ്റക്കെട്ടായി പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൂട്ടായ ചർച്ചകൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു വിമർശനം അദ്ദേഹം അല്ല, കൂട്ടായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണ് എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അതുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കണ്ടേ? ഈ തുടർച്ചയായിട്ട് പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളാണ് രണ്ടുപേരും, അല്ലെങ്കിൽ ബാക്കിയുള്ള നേതാക്കളൊക്കെ. അപ്പം ഈ തുടർച്ചയായിട്ടുള്ള പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് AICC ജനറൽ സെക്രട്ടറി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കി എല്ലാവരും ഒരുമിച്ച് പോകണം. സുധീരനെ പോലെയുള്ള നേതാക്കന്മാർക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് അവരുമായി ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുകയും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ചർച്ചകളുടെ കുറവുണ്ടോ? അല്ല, ഏതായാലും ഇങ്ങനെ ചില പ്രശ്നം വന്ന സാഹചര്യത്തിൽ ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അല്ല, ഏതായാലും ഇങ്ങനെ സാഹചര്യം വന്നുകൊണ്ടാണല്ലോ നിങ്ങളും ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും കൂടി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് അഭിപ്രായം. അയോധ്യ വിഷയം കോൺഗ്രസിന് വലിയൊരു തലവേദന ഇപ്പോഴും തുടരുകയാണ്. കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കാൻ ചില ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ളൊരു തലവേദനയൊന്നും കോൺഗ്രസിനില്ല. ഇപ്പോൾ കോൺഗ്രസിന് ഇൻവിറ്റേഷൻ ആരും കൊടുത്തിട്ടില്ല. കൊടുത്തത് ശ്രീമതി സോണിയാഗാന്ധിക്കും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുന ഖാർഗെക്കുമാണ് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുള്ളത്. അവരതെന്ത് വേണമെന്ന് 23-ാം തീയതി വരെ സമയമുണ്ട്. അതെന്ത് വേണമെന്നുള്ള ആലോചിച്ച് തീരുമാനിക്കും. അതിനു മുമ്പ് നമ്മളിവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. കൃത്യമായ നിലപാട് AICCക്ക് ഉണ്ടാകും. അത് പറയേണ്ട സമയത്ത് AICC പ്രഖ്യാപിക്കുകയും ചെയ്യും. അത് നമ്മൾ ഈ കേരളത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. ദേശീയ തലത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് സോണിയാഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സമയത്ത് ആ തീരുമാനം എടുക്കും. അതുകൊണ്ടാണ് AICC പ്രത്യേകം പരസ്യ പ്രസ്താവനകൾ വേണ്ട എന്ന് തീരുമാനിച്ചത്. ഇത്തരം വിഷയങ്ങളിൽ ഓരോ വ്യക്തികളല്ല അഭിപ്രായം പറയേണ്ടത്, പാർട്ടിയാണ്. കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെക്കും
കോൺഗ്രസ് പ്രസിഡന്റിനും കിട്ടിയ കത്തിനെ സംബന്ധിച്ച് അവരാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. അത് പാർട്ടി വൈകാതെ ഒരു തീരുമാനം എടുക്കും. 23 വരെ സമയമുണ്ട്. അതിനു മുമ്പ് നമ്മളെല്ലാവരും അഭിപ്രായങ്ങൾ പറയരുത് എന്ന് AICC പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. താങ്കളുടെ അഭിപ്രായം എന്താ ഈ വിഷയത്തിൽ? കാരണം ഇത് എൻ്റെ അഭിപ്രായം എൻ്റെ പാർട്ടി എടുക്കുന്ന അഭിപ്രായം.